ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിഷൻ ക്രിയേഷൻസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാണ്. ഇതിന് മധുര പച്ചടി എന്നും പറയും. ഇത് തയ്യാറാക്കാനായിട്ട് നല്ലവണ്ണം പഴുത്ത മധുരമുള്ള പൈനാപ്പിളാണ് ഉപയോഗിക്കേണ്ടത്. പൈനാപ്പിള് നല്ല പോലെ തൊലിയൊക്കെ ചെത്തി നാലായിട്ട് മുറിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ നടുക്കുള്ള തണ്ട് മുറിച്ചു മാറ്റി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് പൈനാപ്പിള് മുറിച്ചെടുക്കേണ്ടത്. ഇനി ഇതൊന്ന് വേവിക്കണം. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു പച്ചമുളക് നെടുകെ കീറിയത്, കുറച്ച് കറിവേപ്പില, പാകത്തിന് ഉപ്പ്, 1/4 ഗ്ലാസ് വെള്ളം എന്നിവ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് വേവിക്കാനായിട്ട് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു അടപ്പ് കൊണ്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. ഇനി ഇത് വേകുന്ന സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് 1/4 കപ്പ് തേങ്ങ ചിരകിയത്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകം, ഒരു എരിവുള്ള പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ തൈര്, 1/4 കപ്പ് വെള്ളം എന്നിവ ഒഴിച്ച് നല്ലോണം അരച്ചെടുക്കണം. ഈ അരച്ചെടുത്ത അരപ്പിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പതുക്കെ അരച്ചെടുക്കണം. ഇതുപോലെ കടുക് പൊട്ടാനേ പാടുള്ളൂ, നല്ലവണ്ണം അരയ്ക്കാൻ പാടില്ല. ഇനി വേണ്ടത് തൈരാണ്. ആവശ്യമുള്ള തൈര് എടുത്ത് സ്പൂൺ കൊണ്ട് ഇതുപോലെ കട്ട ഉടച്ച് റെഡിയാക്കി വെക്കണം. വേവിക്കാൻ വെച്ചിരുന്ന പൈനാപ്പിളിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. പൈനാപ്പിൾ വെന്തോന്നറിയാനായിട്ട് ഇതുപോലെ ഒരു കഷ്ണം എടുത്ത് പാത്രത്തിലിട്ട് ഒന്ന് കയ്യിൽ കൊണ്ട് ഉടച്ചു നോക്കണം. ഇതിപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും പാകത്തിന് വെള്ളവും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഈ അരപ്പൊക്കെ നല്ലോണം വെന്ത് പൈനാപ്പിളിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന 8 ടേബിൾ സ്പൂൺ തൈര് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിന് കടുക് വറുത്ത് ചേർക്കണം. അതിനായിട്ട് ചൂടായ എണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ കടുക്, 2 വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില എന്നിവയിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കണം. ഈ കടുക് വറുത്തത് തയ്യാറാക്കി വച്ചിരിക്കുന്ന പൈനാപ്പിൾ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു 10 മിനിറ്റ് അടച്ച് മാറ്റി വയ്ക്കുക. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക്